എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മാവിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്കറിയാം, മാവെന്ന് പറഞ്ഞൊരു പെരിനിയൽ ക്രോപ്പാണ്. പെരിനിയൽ ട്രീ ആകുമ്പോൾ അത് വലിയൊരു മരമായിട്ട് മാറാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു മരമായിട്ട് വലിയ മാവായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്തുള്ള മാങ്ങയൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് ഇതെല്ലാം തന്നെ ഒരു ഹൈ ഈൽഡിങ് വെറൈറ്റിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്തൊക്കെ എല്ലാം തന്നെ ന്യൂ ഫ്ലഷസ് ഉണ്ടായിട്ടുണ്ട്, പുതിയ പുതിയ തളിരിട്ട്. ഈ തളിരിടുന്നത് ഈ തളിരിട്ടത് ഒരു 8 മാസം ആകുമ്പോഴേക്കാണ് ഇതിനകത്ത് മാവ് അടുത്ത പ്രാവശ്യം കായ്ക്കാനായിട്ടത് സജ്ജമാകുന്നത്. ഇവിടെ എല്ലാം മാവും അതുപോലെ തന്നെ റംബൂട്ടാൻ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പ്രൂൺ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇത് റംബൂട്ടാൻ, ഇത് മാവ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു 8 മന്തൊക്കെ ആകുമ്പോഴേക്കും ഇതിനകത്ത് പുതിയ ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ മാമ്പൂ ഉണ്ടാകുന്നു. മാമ്പൂവിൽ നിന്നും നമുക്ക് മാങ്ങ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെയും നമുക്ക് പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കൈയെത്തുന്ന ദൂരത്ത് നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്കത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ എല്ലാം ഇവിടെയുള്ള എല്ലാ മരങ്ങളും പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യൂണിഫോം ബെയറിങ്ങിന് വേണ്ടിയിട്ടും ഹൈ ഈൽഡിങ്ങിന് വേണ്ടിയിട്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെയും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിനകത്താണെങ്കിൽ പോലും ഇങ്ങനെ മാവ് നമുക്കിങ്ങനെ ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ എല്ലാ വർഷവും ഇപ്പോൾ പ്രൂണിങ് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൂണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും.